RBI നിങ്ങൾക്ക് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് നോട്ട് ഫോർ സ്ക്വീസിങ് ദ കസ്റ്റമേഴ്സ്. ദാറ്റ് ഈസ് യുവർ ഓൺ. യു ഹാവ് ടു ഫൈറ്റ് യുവർ ഓൺ, നോട്ട് സ്ക്വീസിങ് ദ കസ്റ്റമർ. അത് നിങ്ങൾ ഈ പറഞ്ഞത് കസ്റ്റമേഴ്സിൻ്റെ പുറത്ത് അടിച്ചേൽപ്പിക്കാതെ ഓരോ കാര്യങ്ങൾ. ബാങ്കിങ് മേഖലയുടെ കാര്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെറും വട്ടച്ചെലവ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ വട്ടച്ചെലവായിട്ട് നിങ്ങൾക്ക് തോന്നുമോ? അത് ഞങ്ങൾ കസ്റ്റമേഴ്സാണ്, ഞങ്ങളുടെ അഭിപ്രായമായി പറയുന്നു. ഡോണ്ട് സ്ക്വീസ് ദ കസ്റ്റമേഴ്സ് ഓർ അതർവൈസ് യു പ്രൊവൈഡ് ദ ഫെസിലിറ്റീസ്. അത് ചെയ്യുന്നില്ല. ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു ഫുൾ എമൗണ്ട്, ഇല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ഇൻഷുറൻസ്, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ഡെപ്പോസിറ്റ്, ഇല്ലെങ്കിൽ ഇത്ര എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഹാപ്പിയാണ്, നിങ്ങളുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ആയി. ബട്ട് കെയർ അബൌട്ട് യുവർ കസ്റ്റമേഴ്സ്. അതാണെന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന, ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഇതല്ല. ജസ്റ്റ് നമ്മളെ യൂട്ടിലൈസ് ചെയ്തതിന് ശേഷം കരിയാപ്പൽ എടുത്ത് കളയുക. പിന്നെ എന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ സർ, മനു, ക്യാൻ ഐ ഹാവ് ദിസ് തിങ്? സർ, ഐ ആം ബിസി, ഐ വിൽ ടേക്ക് ഫോൺ ആഫ്റ്റർ സം ടൈം. പിന്നെ വിളിക്കത്തില്ല. നമ്മളെ അതിനകത്ത് അടിച്ചിടാൻ എല്ലാവർക്കും നല്ല കഴിവാണ്. അങ്ങനെ ആവരുത്. ഫൈനാൻഷ്യൽ ഈ പറഞ്ഞ പോലെ ഒത്തിരി ഇതിനകത്തുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ പല വിഭാഗങ്ങൾ, ഓട്ടോമൊബൈൽ, ഫിനാൻഷ്യൽ, പിന്നെ എന്നാ പറയുന്നത്, റിയൽ എസ്റ്റേറ്റ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. എല്ലാവരും ഈ പറഞ്ഞ പോലെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ്. എന്നെപ്പോലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഗൾഫിൽ നിന്ന് വന്നിട്ട് നമ്മുടെ നാട്ടിൽ നിന്നിട്ട്, അപ്പം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഏൽപ്പിക്കാൻ വേണ്ടി നമ്മൾ അതിനകത്തുനിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് അന്നേരം അവിടെ നമ്മളെ വഞ്ചിക്കാൻ നിൽക്കാതിരിക്കുക. ഇതാണ് നിങ്ങളോടെല്ലാം പറയാനുള്ളത്. നമ്മളെ വഞ്ചിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ എന്തിനാണ് വഞ്ചിക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും തരാനില്ല, ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇച്ചിരി പൈസയുണ്ട്, എന്നാൽ അതൊക്കെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്ന് ഉദ്ദേശിച്ചാൽ നമ്മൾ അത് ഒരു നിങ്ങൾ പറയുന്ന ഇതിലേക്ക് കടക്കുന്നത്. ഇൻഷുറൻസ് ആയാലും റിയൽ എസ്റ്റേറ്റ് ആയാലും, അല്ലെങ്കിൽ അല്ലാതെ ഒരു പ്രൊജക്റ്റ് ഒരു എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നു, നമ്മളതിനകത്ത് ഓക്കെ അങ്ങനെ ആണെങ്കിൽ നോക്കാം എന്നും പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ പൈസ അതിനകത്ത്, നമ്മുടെ ഇച്ചിരി പൈസ ഇരിപ്പുണ്ട്, അതങ്ങ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. പക്ഷെ അതിനകത്ത് നമുക്കൊരു ബെനിഫിറ്റും ഇല്ല, അവർ ജീവിക്കുന്നു. ഇതായിപ്പോൾ കേരളം. സത്യങ്ങ് പറയാമല്ലോ, ഇതാണ് കേരളം. അപ്പോൾ അത് ഇല്ലാതാവാതെ ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ബെനിഫിറ്റ് ഉണ്ടായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ, സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഞാൻ വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതേ പറഞ്ഞല്ലോ, എനിക്ക് യൂട്യൂബിനകത്തൊന്നും വലിയ കഴിവും കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ആ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ ഓരോന്ന് ഇടുക. ഗൾഫിൽ നിന്ന് ഒന്നായതുകൊണ്ട് 22 years I was in ഗൾഫ്. 22 വർഷമായി. 22 വർഷം ഗൾഫിൽ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം ഇപ്പോഴത്തെ ട്രെൻഡാവുമൊന്നുമല്ല. ഇപ്പോഴത്തെ ആ ഒരു രീതി വേറെയാണ്. അതുകൊണ്ട് ഇങ്ങനെ കുത്തിയിരിക്കുന്നു. ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് പറഞ്ഞു കൊടുക്കാം. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അപ്പം ഐഡിയ ഓരോന്നിങ്ങനെ. പക്ഷേ ഈ പറഞ്ഞ പോലെ എത്രത്തോളം ഇപ്പോഴത്തെ ജനറേഷൻ അത് എഗ്രി ആവും എന്നുള്ളതാണ് അടുത്ത വിഷയം. ഇപ്പോഴത്തെ ആക്സെപ്റ്റബിൾ അല്ല, പണ്ടത്തെ ആ ഒരു രീതി അല്ലല്ലോ ഇപ്പം. പണ്ട് ഞാൻ പോയെന്ന് പറഞ്ഞാൽ 1999 കുവൈറ്റിൽ പോയി. 1999 കുവൈറ്റിൽ പോയിട്ട് 2004 കുവൈറ്റിൽ നിന്ന് വന്നു. അത് കഴിഞ്ഞ് മസ്കറ്റിൽ പോയി. എല്ലാം ഓയിൽ ആൻഡ് ഗ്യാസാണ് കേട്ടോ. ഓയിൽ ആൻഡ് ഗ്യാസ് വർക്ക് ചെയ്തു. ഇത്രയും 22 വർഷം ഓയിൽ ആൻഡ് ഗ്യാസ് തന്നെയായിരുന്നു. അങ്ങനെ വർക്ക് ചെയ്ത് ഇപ്പം ഇങ്ങനെ നാട്ടിൽ ഒന്ന് സെറ്റിലായി ഇങ്ങനെ വീട്ടിൽ കുത്തിയിരിക്കുന്നു. പിന്നെ യങ് ജനറേഷന് വേണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു
ഡിഗ്രി അല്ലെങ്കിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടൊരു സേഫ്റ്റി എഞ്ചിനീയറിങ്, എൻ്റെ ഒരു ഇത് പറയുവാന്നേ, ഒരു സേഫ്റ്റി എഞ്ചിനീയറിങ് ഡിപ്ലോമ, അത് കഴിഞ്ഞിട്ട് അയോഷ് നെബോഷ് ഇത് എടുക്കാൻ നോക്കിയിട്ട് പോകാൻ നോക്കാം. ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി വേറെ കേട്ടോ, പണ്ട് ഞാൻ വർക്ക് ചെയ്ത ആ ഒരു ഇതൊന്നുമല്ല, പുതിയ ടെക്നോളജിയാണ്, ഒത്തിരി ഡെവലപ്പായിട്ടുണ്ട്. ഞാൻ അയോഷ് നെബോഷ് എടുക്കുന്നത് 2002 2002 അയോഷ് നെബോഷ് ഞാൻ എടുക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഓയിൽ ഫീൽഡിലായിരുന്നു ഇത്രയും വർഷമായിട്ട്. പിന്നെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഞാൻ പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞത്. അപ്പം ജസ്റ്റ് പാനിക്കാവാതെ, ഇത് പ്രീ ഡിഗ്രി കഴിഞ്ഞു, ഡിഗ്രി വേണം കേട്ടോ, ഡിഗ്രി എടുക്കണം, ഡിഗ്രി ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഇപ്പോഴത്തെ ഇതെന്ന് പറഞ്ഞാൽ ഡിഗ്രി വേണം, ഡിപ്ലോമ വേണം, അയോഷ് വേണം, നെബോഷ് വേണം, ഇത്രയും വേണം. ഇത്ര ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം എന്തെന്നറിയോ, ഇപ്പോൾ ബിടെക് എൻജിനീയേഴ്സ് മുഴുവൻ ഇതിനകത്ത് വരിക, സേഫ്റ്റിയിലേക്ക് വരിക. ദേ ആർ സേഫ്റ്റി എൻജിനീയേഴ്സ്. സേഫ്റ്റി ഓഫീസേഴ്സിന് അവിടെ സ്ഥാനമൊന്നുമില്ല. സേഫ്റ്റി ഓഫീസേഴ്സിന് ഒരു സ്ഥാനവും ഇല്ല അവിടെ. ഞാൻ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ സേഫ്റ്റി ഓഫീസർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഇതാണ്. പിന്നെ ഞാൻ ഇതെടുക്ക് ഈ പറഞ്ഞ പോലെ ഈ അയോഷ് നെബോഷൊക്കെ എടുത്തുകൊണ്ടാണ് ഞാൻ എൻജിനീയർ ആയത്. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരു എൻജിനീയറിംഗ് ഡിപ്ലോമ എടുക്കാൻ പറ്റിയ എടുക്കുക, പിന്നെ അയോഷ് നെബോഷ് എടുക്കുക. അയോഷ് നെബോഷ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ ഫീൽഡ് ഉടനെ ട്രൈ ചെയ്യണം കേട്ടോ. ഏത് ഓയിൽ ഫീൽഡ് നമ്മുടെ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് യൂറോപ്യൻ കൺട്രീസേ ഉള്ളു ഇപ്പോൾ ഇതിനകത്ത്. ബാക്കി ഇന്ത്യൻ കമ്പനീസ് ഒന്നും നമ്മുടെ ഗൾഫിൽ മേഖലയിലൊന്നും ഇല്ല. ഇപ്പോൾ ഇതിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കംബൾജർ, പിന്നെ എന്നാ പറയുന്നത്, ഹാലിബർട്ടൺ ഓവർസീസ്, പിന്നെ ഇങ്ങനെയുള്ള വലിയ വലിയ കമ്പനികൾ കുറേ എണ്ണം ഉണ്ട്. അതിനകത്ത് അവർക്ക് ആവശ്യമുണ്ട്, ആൾക്കാരെ ആവശ്യമുണ്ട്. പിന്നെ സൗദി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല, ഞാൻ എൻ്റെ ഏരിയയിലുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ സ്കംബൾജർ, ഹാലിബർട്ടൺ ഓവർസീസ്, പിന്നെ എൻ്റെ കമ്പനി പൂട്ടി, ഇതായിരുന്നു വെലോസി ആയിരുന്നു, അത് പൂട്ടി, അതെല്ലാം കഴിഞ്ഞു. അതായിരുന്നു എന്നെ ലാസ്റ്റ് പിക്ക് ചെയ്തുകൊണ്ട് പോയത്. പിന്നെ അങ്ങനെയുള്ള പിന്നെ ബാക്കി ഏതുണ്ട് എനിക്കറിയാവുന്ന പിടിയോ, പിന്നെ പെട്രോളിയം ഡെവലപ്മെൻറ്റ് ഒമാൻ, ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുവൈറ്റ്, ഇത് വിട്ടോട്ട് പോവുക കേട്ടോ, മൈൻഡ് വിട്ടോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ബൈ. ഞാനിപ്പം പിന്നെ അപ്ഡേറ്റ് ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങൾ. ഓക്കെടാ, ബൈ ഓൾ.